ഹായ് ഗൈസ്, ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ മാനുഫാക്ചർ ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് റോ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ. പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ പ്രൊപ്പോർഷൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് സിമെൻറ്റിൻ്റെ കൺസിസ്റ്റൻസും അതിൻ്റെ പ്രൊപ്പോർഷൻസും നോക്കാം. സിമെന്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതാണ് ലൈം. ലൈം എന്ന് പറയുന്നത് 62 to 65% വരെ ഉണ്ടായിരിക്കും. സിലിക്ക 17 to 25%, അലൂമിന 3 to 8%, ജിപ്സവും അയൺ ഓക്സൈഡും 3 to 4% ആയിരിക്കും. മഗ്നീഷ്യം ആൻഡ് സൾഫർ 1 to 3%, ആൽക്കലി 0.2 to 1% ആണ്. ഇതിൽ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ലൈം 63%, സിലിക്ക 22%. സിലിക്കയും ലൈമും നമ്മൾ തന്നിരിക്കുന്ന ലിമിറ്റിനകത്ത് തന്നെയാണ് വരുന്നത്. അടുത്ത ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ലൈം 70%, ലൈം 40%. ഇത് രണ്ടും നമ്മുടെ പ്രൊപ്പോർഷന് പുറത്താണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിരിക്കും ഓപ്ഷൻ എ, ലൈം 63%, സിലിക്ക 22% ആൻഡ് അതേഴ്സ് 15%. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Compound of cement which reacts immediately with water and set first. സിമെന്റിലെ ഏത് കോമ്പൗണ്ട് ആണ് വാട്ടറുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തിട്ട് ഫസ്റ്റ് സെറ്റ് ആവുന്നത്? സോ സിമെന്റ് ക്ലിങ്കേഴ്സിൽ മെയിൻലി ഉള്ള 4 കോമ്പൗണ്ട്സ് ആണ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആൻഡ് ട്രിട്രാകാൽഷ്യം അലൂമിനോഫെറേറ്റ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നും തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. സോ ട്രൈകാൽഷ്യം സിലിക്കേറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഡെവലപ്സ് ഹൈ ഏർലി സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ഗുഡ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. കൂടുതൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആയിരിക്കും. ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണെങ്കിൽ ദ ഫസ്റ്റ് കോമ്പൗണ്ട് വിച്ച് റിയാക്ട്സ് വിത്ത് വാട്ടർ. സിമെന്റുമായിട്ട് മിക്സ് ചെയ്യുമ്പം ആദ്യം വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന കോമ്പൗണ്ടും അതേപോലെ സെറ്റ് ചെയ്യുന്ന കോമ്പൗണ്ടും ഏതാണ്? ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ്. ടെട്രാകാൽഷ്യം അലൂമിനോഫെറേറ്റ് ആണെങ്കിൽ റിയാക്ട്സ് സ്ലോലി വിത്ത് വാട്ടർ ആൻഡ് ജനറേറ്റ് സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏത് കോമ്പൗണ്ടാണ് പെട്ടെന്ന് വാട്ടറായിട്ട് റിയാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് സെറ്റ് ആവുന്നതെന്നായിരുന്നു. ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? എന്താണ്? ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ്. ഫസ്റ്റ് കോമ്പൗണ്ട് വിച്ച് റിയാക്ട്സ് വിത്ത് വാട്ടർ വെൻ മിക്സ്ഡ് വിത്ത് സിമെന്റ് ആൻഡ് സെറ്റ്സ് ഫസ്റ്റ്. ആൻസർ എന്ന് പറയുന്നത് ട്രൈകാൽഷ്യം അലൂമിനേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജിപ്സം ഈസ് ആഡഡ് ടു സിമെന്റ്. എന്തിനാണ് ജിപ്സം സിമെന്റിൽ ആഡ് ചെയ്യുന്നത്? ജിപ്സം മെയിൻലി ആഡ് ചെയ്യുന്നത് ടു ഇൻക്രീസ് ദ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ്. സിമെന്റിന്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ജിപ്സം ആഡ് ചെയ്യുന്നത്. നോർമലി നമ്മൾ 2 to 3% വരെ ആയിരിക്കും ജിപ്സം ആഡ് ചെയ്യുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സിമെന്റിന്റെ പ്രോപ്പർട്ടീസിനെ അനുസരിച്ചായിരിക്കും. എന്നാലും അപ് ടു 5% വരെ ജിപ്സം നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ടു പ്രിവെന്റ് ക്രാക്സ് പ്രിവെന്റ് ചെയ്യാനാണോ ജിപ്സം ആഡ് ചെയ്യുന്നത്? അല്ല. സെക്കൻഡ്, ടു ഹെൽപ്പ് C2S ആൻഡ് C3S. C2S എന്താണ്? ഡൈകാൽഷ്യം സിലിക്കേറ്റും C3S എന്നത് ട്രൈകാൽഷ്യം സിലിക്കേറ്റും ആണ്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. കാരണം C2S എന്തിനു വേണ്ടിയിട്ടാണ്? അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാനും C3S ഏർലി സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ആ ഓപ്ഷനും അല്ല. അടുത്തത് ടു ഗിവ് ആൻ യൂണിഫോം ടെക്സ്ചർ കൊടുക്കുന്നതിനും അല്ല. ലാസ്റ്റ് ഓപ്ഷൻ ടു കൗണ്ടറാക്ട് C3A എന്ന് പറയുന്നത് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ്. ട്രൈകാൽഷ്യം അലൂമിനേറ്റിന്റെ ഫംഗ്ഷൻ എന്താണോ അതിനെ കൗണ്ടറാക്ട് ചെയ്യാനാണോ എന്ന്. എന്തായിരുന്നു C3Aയുടെ ഫംഗ്ഷൻ? C3Aയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും? സെറ്റ് ആവും. പക്ഷെ ജിപ്സം എന്തിനു വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്? ആ സെറ്റിംഗ് എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കൗണ്ടറാക്ട് C3Aയുടെ ഫംഗ്ഷൻ എന്താണോ അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ കോമ്പൗണ്ട് അഫക്ട്സ് ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് സിമെന്റ്. ഏത് കോമ്പൗണ്ട് ആണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് സിമെന്റിനെ അഫക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതാണ്? ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഡൈകാൽഷ്യം സിലിക്കേറ്റ് വിച്ച് പ്രൊവൈഡ്സ് ഗുഡ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് സിമെന്റ്. സിമെന്റിന് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. നെക്സ്റ്റ് വൺ, ദ സൗണ്ട്നെസ് ടെസ്റ്റ് ഓഫ് സിമെന്റ് ബൈ Le Chatelier's apparatus gives unsoundness due to.
സൗണ്ട്നെസ് ടെസ്റ്റ്, നമുക്ക് സൗണ്ട്നെസ് ടെസ്റ്റ് രണ്ട് അപ്പാരറ്റസ് വെച്ച് ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് ലേഷാറ്റ്ലിയർ അപ്പാരറ്റസും രണ്ടാമത്തത് ഓട്ടോക്ലേവ് അപ്പാരറ്റസും. സോ ലേഷാറ്റ്ലിയർ ആൻഡ് ഓട്ടോക്ലേവ് അപ്പാരറ്റസ് വെച്ച് ഏത് എലമെന്റ് കാരണമുള്ള, ഏത് കൺസിസ്റ്റുവന്റ് കാരണമുള്ള സൗണ്ട്നെസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ മെയിൻലി സൗണ്ട്നെസ് സിമെന്റിൽ ഉണ്ടാവുന്നത് ലൈം കാരണവും മഗ്നീഷ്യ കാരണവും സൾഫർ കാരണവും ഉണ്ടാവാറുണ്ട്. പക്ഷെ സൾഫർ കാരണം ഉണ്ടാകുന്ന സൗണ്ട്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പാരറ്റസ് ഒന്നുമില്ല. സോ മെയിൻലി ലൈമും മഗ്നീഷ്യയും കാരണമാണ്. സോ ലേഷാറ്റ്ലിയർ അപ്പാരറ്റസ് ലൈം കാരണം ഉണ്ടാകുന്ന സൗണ്ട്നെസ് ചെക്ക് ചെയ്യാനും ഓട്ടോക്ലേവ് അപ്പാരറ്റസ് ലൈം അതേപോലെ തന്നെ മഗ്നീഷ്യ ഇത് രണ്ടും കാരണം ഉണ്ടാകുന്ന സൗണ്ട്നെസ് ചെക്ക് ചെയ്യാനും യൂസ് ചെയ്യാം. ഇതാണ് ലേഷാറ്റ്ലിയർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കും. ഇതിലാണ് നമ്മൾ മിക്സ് സിമെന്റ് വാട്ടർ മിക്സ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ എത്ര വോളിയം ചേഞ്ച് ഉണ്ടെന്ന് ഈ ഇൻഡിക്കേറ്റർ ആംസ് ആണ് ഇതിന്റെ എക്സ്പാൻഷൻ വഴി മനസ്സിലാവും. ഒരു നല്ല സിമെന്റിന്റെ കേസിൽ ഇതിന്റെ ഈ ലെങ്ത് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എത്രയിൽ കൂടാൻ പാടില്ല, ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 mm. 10 mm കൂടാൻ പാടില്ല എക്സ്പാൻഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the amount of water used in performing setting time of cement is. സിമെന്റിന്റെ സെറ്റിംഗ് ടൈം ടെസ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സിമെന്റിലേക്ക് ആഡ് ചെയ്യേണ്ട വാട്ടറിന്റെ എമൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് P is the standard consistency of water. സോ ആൻസർ എന്ന് പറയുന്നത് 0.85 ആണ്. കാരണം നമ്മൾ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് വിക്കറ്റ് അപ്പാരറ്റസ്. ഈ വിക്കറ്റ് അപ്പാരറ്റസിന്റെ ഈ വിക്കറ്റ് മോഡലിലേക്ക് നമ്മൾ സിമെന്റും വാട്ടറൂടെ ചേർന്നിട്ടുള്ള മിക്സ്ചർ ആണ് ഇടുന്നത്. സോ ഈ വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്തിട്ട് എത്രയാണ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഓഫ് സിമെന്റ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതാണ് ഈ P. ആ Pയുടെ 85% വാട്ടർ ആയിരിക്കും നമ്മൾ സിമെന്റിലേക്ക് സെറ്റിംഗ് ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സൗണ്ട്നെസ് ടെസ്റ്റും ചെയ്യാറുണ്ട്. സൗണ്ട്നെസ് ടെസ്റ്റിലും നമ്മൾ സിമെന്റിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് മിക്സ് പ്രിപ്പയർ ചെയ്യണം. അതിലോട്ട് യൂസ് ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് 0.78 P ആയിരിക്കും, വേർ P is the standard consistency. അതുപോലെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 30 minutes ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 10 hours ആയിരിക്കും. ഈ രണ്ട് വാല്യൂസും ഓർത്തിരിക്കുക. 0.85 P is for setting time of cement and 0.78 P is for performing soundness test. Next question, which of the following type of lime is used for underwater construction? Underwater construction ഏത് ടൈപ്പ് ഓഫ് ലൈം ആണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ആൻസർ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ലൈം ആണ്. അതേപോലെ തന്നെ ഇപ്പം സപ്പോസ് പ്ലാസ്റ്ററിങ്ങും വൈറ്റ് വാഷിങ്ങിനുമാണ് നമ്മൾ ലൈം യൂസ് ചെയ്യുന്നതെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ലൈം ആയിരിക്കും? We are using fat lime. Next question, the process of adding water to lime to convert it into an hydrated lime is named as. നമ്മൾ ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് അതിനെ ഒരു ഹൈഡ്രേറ്റഡ് ലൈമായിട്ട് കൺവേർട്ട് ചെയ്യും. ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് സ്ലേക്കിംഗ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് CaCO3 അതായത് ലൈം സ്റ്റോണിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അത് ക്യുക്ക് ലൈമും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കാൽസിനേഷൻ. അങ്ങനെ കിട്ടുന്ന ഈ ലൈമിനെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? CaOH2, ദാറ്റ് ഈസ് ദ ഹൈഡ്രേറ്റഡ് ലൈം. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്ലേക്കിംഗ്. അതായത് ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് ഹൈഡ്രേറ്റഡ് ലൈം കിട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ലൈം സ്റ്റോണിനെ ബേൺ ചെയ്ത് ക്യുക്ക് ലൈം ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കാൽസിനേഷൻ. അടുത്തത്, റോക്സ് ഹാവിംഗ് അലൂമിന ഓർ ക്ലേ ആസ് their മേജർ കൺസിസ്റ്റൻസ് ആർ കോൾഡ്. ഏത് റോക്കിലാണോ അലൂമിന ഓർ ക്ലേ മേജർ കൺസിസ്റ്റന്റ് ആയിട്ടുള്ളത് ആ റോക്കിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കെമിക്കലി നമ്മൾ റോക്സിനെ ആക്ച്വലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെയിനായിട്ട് കെമിക്കലിയും ക്ലാസിഫൈ ചെയ്യാം, ജിയോളജിക്കലി അല്ലെങ്കിൽ ബൈ നേച്ചർ ബൈ ഒറിജിനും ക്ലാസിഫൈ ചെയ്യാം. സോ കെമിക്കലി ക്ലാസിഫൈ ചെയ്യുന്നത് എപ്പോഴും അതിനകത്ത് മേജർ കൺസിസ്റ്റന്റ് എന്നാണ് അതിന്റെ ബേസിസിലായിരിക്കും. സോ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയുണ്ട്? സിലിക്കസ് റോക്ക് ഉണ്ട്, ആർജിലേഷ്യസ് റോക്ക് ഉണ്ട്, കാൽക്കേറിയസ് റോക്ക് ഉണ്ട്. അതിൽ സിലിക്കസ് റോക്കിലെ മെയിൻ കൺസിസ്റ്റന്റ് എന്താണ്? സിലിക്കയാണ്. ആർജിലേഷ്യസ് റോക്കിന്റെ മെയിൻ കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത് ക്ലേ ആണ്. കാൽക്കേറിയസ് റോക്കിന്റെ മേജർ കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? മേജർ കൺസിസ്റ്റന്റ് അലൂമിനിയം അല്ലെങ്കിൽ ക്ലേ ഏതിന്റെ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിന്റെയാണ്? ആർജിലേഷ്യസ് റോക്കിന്റെ ആണ് ക്ലേ മെയിൻ കൺസിസ്റ്റന്റ് ആയിട്ടുള്ളത്.
ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആർജിലേഷ്യസ് റോക്ക് ആണ്. അതേപോലെ ഓരോ റോക്കിന്റെയും എക്സാമ്പിൾസും തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ബെസാൾട്ട് സ്റ്റോൺ ഈസ് ബൈ നേച്ചർ. ബൈ നേച്ചർ അല്ലെങ്കിൽ ബൈ ഒറിജിനൽ ജിയോളജിക്കലി ബെസാൾട്ട് സ്റ്റോൺ ഏത് ടൈപ്പ് ഓഫ് റോക്ക് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ റോക്സിനെ മെയിൻലി ജിയോളജിക്കലി നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക് ആൻഡ് ഇഗ്നിയസ് റോക്ക്. സെഡിമെന്ററി റോക്ക് എന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾസിന്റെ എല്ലാം ഡെപ്പോസിഷൻ വഴി, ഡെപ്പോസിറ്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് അതുവഴിയാണ് ഉണ്ടാവുന്ന റോക്കാണ് സെഡിമെന്ററി റോക്ക്. മെറ്റാമോർഫിക് റോക്ക്, ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത് മാഗ്മയുടെ സോൾഡിഫിക്കേഷൻ വഴി ഡെവലപ്പ് ചെയ്യുന്ന റോക്സിനെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. മെറ്റാമോർഫിക് റോക്ക് എന്ന് വെച്ചാൽ സെഡിമെന്ററി റോക്കിന്റെയും ഇഗ്നിയസ് റോക്കും അണ്ടർ ഹീറ്റ് ആൻഡ് പ്രഷറിൽ വരുമ്പോൾ അതിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന റോക്ക്, മെറ്റാമോർഫിസം എന്ന് പറയുന്ന പ്രോസസ്സ് വഴി അതിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന റോക്കാണ് എന്തെന്ന് പറയുന്നത്? മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. എക്സിസ്റ്റ് ചെയ്യുന്ന റോക്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന റോക്കാണ് മെറ്റാമോർഫിക് റോക്ക്. ഇഗ്നിയസ് റോക്കിനെ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. വോൾക്കാനിക്, ഹൈപ്പർബേസൽ ആൻഡ് പ്ലൂട്ടോണിക്. എന്താണ് വോൾക്കാനിക്? വോൾക്കാനിക് റോക്ക് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന മാഗ്മ എർത്ത് സർഫസിൽ തന്നെ സോൾഡിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് വോൾക്കാനിക് റോക്ക്. എക്സാമ്പിൾ ആണ് ബസാൾട്ട്. അതെല്ലാം ഈ വരുന്ന മാഗ്മ എർത്തിന്റെ സർഫസിൽ നിന്ന് കുറച്ചൊരു ഷാലോ ഡെപ്തിലോട്ട് പോയിട്ട് അവിടെയാണ് അതിന്റെ സോൾഡിഫിക്കേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹൈപ്പർബേസൽ റോക്ക്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡോളറൈറ്റ്. ഇനി മാഗ്മ എർത്ത് സർഫസിൽ ഒരു സിഗ്നിഫിക്കന്റ് ഡെപ്ത് വരെ പോയിട്ട് അവിടെയാണ് അതിന്റെ സോൾഡിഫിക്കേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്ലൂട്ടോണിക് റോക്ക്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ആയിരിക്കും. സോ ഇവിടെ ബസാൾട്ട് സ്റ്റോണിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബസാൾട്ട് സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു വോൾക്കാനിക് റോക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ പ്രഷർ ആൻഡ് ഹീറ്റ് ഗ്രാനൈറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻറ്റു. അണ്ടർ പ്രഷർ ആൻഡ് ഹീറ്റിൽ ഗ്രാനൈറ്റ് എന്തായിട്ട് ട്രാൻസ്ഫോം ചെയ്യാമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് റോക്ക് ആണ്? ഒരു പ്ലൂട്ടോണിക് റോക്ക് ആണ്. പ്ലൂട്ടോണിക് റോക്ക് അതായത് ഒരു ഇഗ്നിയസ് റോക്ക് ആണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രാനൈറ്റിന്റെ ട്രാൻസ്ഫോർമേഷൻ പ്രഷറും ഹീറ്റും കാരണം അത് എന്തായിട്ട്, ഇഗ്നിയസ് റോക്ക് എന്തായിട്ട് ചേഞ്ച് ആവാം? മെറ്റാമോർഫിക് റോക്ക് ആയിട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഏത് മെറ്റാമോർഫിക് റോക്ക് ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ജെനിസിസ് എന്ന് പറയുന്ന മെറ്റാമോർഫിക് റോക്ക് ആയിട്ടാണ് എന്ത് ചേഞ്ച് ആവുന്നത്? ഗ്രാനൈറ്റ് ചേഞ്ച് ആവുന്നത്. അതേപോലെ തന്നെ സാൻഡ്സ്റ്റോൺ. സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു സെഡിമെന്ററി റോക്ക് ആണ്. ആ സെഡിമെന്ററി റോക്ക് അണ്ടർ ഹീറ്റ് ആൻഡ് പ്രഷറിൽ ട്രാൻസ്ഫോം ചെയ്ത് എന്തായിട്ട് മാറും? ക്വാർട്സൈറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റാമോർഫിക് റോക്ക് ആയിട്ട് മാറും. അതേപോലെ ലൈംസ്റ്റോൺ എന്ന് പറയുന്ന ഒരു സെഡിമെന്ററി റോക്ക് ആണ്. അതും ഇതേപോലെ ട്രാൻസ്ഫോം ചെയ്തിട്ട് എന്തായിട്ട് മാറും? മാർബിൾ ആയിട്ട് ചേഞ്ച് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കലി മാർബിൾ ഈസ് നോൺ ആസ്. കെമിക്കലി മാർബിൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞു മാർബിൾ എന്താണ്? ഒരു മെറ്റാമോർഫിക് റോക്ക് ആണ്. ലൈംസ്റ്റോണിന്റെ മെറ്റാമോർഫിസം നടന്നിട്ടാണ് മാർബിൾ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കെമിക്കലി, ബൈ നേച്ചർ അല്ലെങ്കിൽ ബൈ ഒറിജിൻ അല്ല ചോദിച്ചിരിക്കുന്നത്. കെമിക്കലി മാർബിൾ ഏത് ടൈപ്പ് ഓഫ് റോക്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കെമിക്കലി ഏത് ടൈപ്പ് ആണ്? നമ്മളിവിടെ നോക്കാം. എന്താണ് മാർബിൾ? മാർബിൾ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് റോക്ക് ആണ്? ഒരു കാൽക്കേറിയസ് റോക്ക് ആണ്. ആണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെയിൻ കൺസിസ്റ്റന്റ് ഓഫ് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റിന്റെ മെയിൻ കൺസിസ്റ്റന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റുള്ള മെയിൻ കൺസിസ്റ്റൻസ് ക്വാർട്സ്, ഫെൽസ്ബാർ ആൻഡ് മൈക്കയാണ്. ഇത് മൂന്നൂടെ ചേർന്നിട്ടുള്ളതാണ് ഗ്രാനൈറ്റ്. മെയിൻ കൺസിസ്റ്റൻസ് ക്വാർട്സ്, ഫെൽസ്ബാർ ആൻഡ് മൈക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്റ്റോൺ ഈസ് റിജക്റ്റഡ് ഇഫ് ഇറ്റ് അബ്സോർബ്സ് വാട്ടർ മോർ ദാൻ. ഒരു സ്റ്റോൺ എപ്പോഴാണ് റിജക്ട്, എത്ര പെർസെൻറ്റേജ് വാട്ടർ കൂടുതൽ അത് അബ്സോർബ് ചെയ്യുമ്പോഴാണ് അത് റിജക്ട് ചെയ്യേണ്ടതെന്ന്. ആൻസർ എന്ന് പറയുന്നത് 10% ആണ്. അതായത് ഒരു സ്റ്റോൺ 10% കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സ്റ്റോൺ യൂസ് ചെയ്യാറില്ല കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ഗുഡ് ക്വാളിറ്റി സ്റ്റോൺ എന്ന് പറയുന്നത്, ഒരു സ്റ്റോൺ നമുക്ക് ഗുഡ് ക്വാളിറ്റി ആണെന്ന് പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ 5%. 5%ൽ കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്തില്ലെങ്കിൽ ആ സ്റ്റോണിനെ നമുക്ക് അതിന് ഗുഡ് ക്വാളിറ്റി സ്റ്റോൺ എന്ന് പറയാം. ഇവിടെ ഞാൻ ബ്രിക്കിന്റെ വാട്ടർ അബ്സോർപ്ഷൻ കൂടി ചേർത്തിട്ടുണ്ട്. അതായത് ബ്രിക്ക് ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്, തേർഡ് ക്ലാസ് ബ്രിക്ക്. അതിന് ബ്രിക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ 20%ൽ കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ 22% കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പാടില്ല. തേർഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ 25% കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല. അതുപോലെ ടിമ്പറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദ മോയ്സ്ചർ കണ്ടന്റ് ഇൻ ടിമ്പർ ഷുഡ് നോട്ട് എക്സീഡ് 15%. ടിമ്പറിലുള്ള മോയ്സ്ചർ കണ്ടന്റ് 15%ൽ കൂടാനും പാടില്ല. അടുത്തത്, ദ പെർസെൻറ്റേജ് ഓഫ് അലൂമിന ഇൻ എ ഗുഡ് ബ്രിക്ക് എർത്ത് ലൈസ് ബിറ്റ്വീൻ.
ഒരു ഗുഡ് ബ്രിക്കത്തിലെ അലൂമിനിയയുടെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനായിട്ട് നമുക്ക് അതിന്റെ കോമ്പോസിഷൻ ഓഫ് ബ്രിക്സ് നോക്കാം. ഏറ്റവും കൂടുതലുള്ളത് സിലിക്കയാണ്. അത് കഴിഞ്ഞാൽ അലൂമിന. അലൂമിന എത്ര പെർസെൻറ്റേജ് ആണ്? 20 to 30% ആയിരിക്കും ഒരു ഗുഡ് ക്വാളിറ്റി ബ്രിക്കിൽ ഉണ്ടായിരിക്കേണ്ട അലൂമിനയുടെ പെർസെൻറ്റേജ്. അതായത് 20 to 30%. അലൂമിന പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യും ബ്രിക്സിന്. അതിന് വേണ്ടിയിട്ടാണ് അലൂമിന യൂസ് ചെയ്യുന്നത്. അടുത്തത്, the red color of the brick is used due to the presence of what? റെഡ് കളർ ബ്രിക്കിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ കൺസിസ്റ്റൻസും അതിന്റെ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. സിലിക്ക എന്തിനാണ്, അലൂമിന എന്തിനാണ്, ലൈം, മഗ്നീഷ്യ, അയൺ. സോ നമ്മളിവിടെ അയൺ നോക്കുകയാണെങ്കിൽ, അതായത് അയൺ ഓക്സൈഡ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അയൺ ആണെങ്കിൽ വിച്ച് ഗീവ്സ് റെഡ് കളർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? അയൺ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അയൺ ഓക്സൈഡ്. അതേപോലെ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അലൂമിന എന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അലൂമിന ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് മോഡുലാർ ബ്രിക്സ് റിക്വയർഡ് ഫോർ 1 cubic meter ഓഫ് ബ്രിക്ക് മേസണറീസ്. മോഡുലാർ ബ്രിക്സ് എത്ര നമ്പർ ഓഫ് മോഡുലാർ ബ്രിക്സ് വേണം ഫോർ 1 cubic meter ഓഫ് ബ്രിക്ക് മേസണറി? സോ നമുക്കറിയാം ഒരു മേസണറി ബ്രിക്കിന്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 20x10x10 സെന്റിമീറ്റർ ആണ് മേസണറി ബ്രിക്കിന്റെ സൈസ് എന്ന് പറയുന്നത്. സോ ഒരു ക്യൂബിക് മീറ്ററിൽ എത്ര വേണം എന്നറിയാൻ വേണ്ടി 1 cubic meter ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് 1 ബ്രിക്ക്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്ത്? നമ്പർ ഓഫ് ബ്രിക്സ്. ചില നമ്പർ ഓഫ് ബ്രിക്സ് ഇവിടെ 500 എന്ന് കിട്ടും. ആൻസർ എന്ന് പറയുന്നത് 500 ആണ്. പക്ഷെ ചില ബുക്സും ഒക്കെ നോക്കിയാൽ നമുക്ക് 550 എന്ന ആൻസർ കിട്ടും. 550 ആൻസർ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോർമലി പറയും, നമ്മൾ ബ്രിക്സ് ഇപ്പം യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് 500 വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, കുറച്ച് വേസ്റ്റേജും സംഭവിക്കാറുണ്ട്. സോ നോർമലി ചില ടെക്സ്റ്റ് ബുക്സിലൊക്കെ 10% വേസ്റ്റേജ് അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്, വേസ്റ്റേജ് ഓഫ് 10%. സോ 500ന്റെ 10% ആകുമ്പോൾ 50 വരും. അതാണ് ചില ടെക്സ്റ്റ് ബുക്സിലൊക്കെ 550 എന്ന് കൊടുക്കാനുള്ള റീസൺ. നമ്പർ ഓഫ് മോഡുലാർ ബ്രിക്സ് 1 cubic എന്ന് പറയുന്നത് 500. അടുത്തത്, the shape of brick gets deformed due to rainwater falling on hot brick. The defect is called. ഒരു ഹോട്ട് ബ്രിക്കിലോട്ട് റെയിൻ വാട്ടർ വീഴുവാണെങ്കിൽ ആ ബ്രിക്കിൽ കുറച്ച് ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ആ ഡിഫക്റ്റിനെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫക്റ്റ് എന്നൊന്ന് ചഫ്സ് എന്നാണ് ഡിഫക്റ്റിനെ പറയുന്ന പേര്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ഉണ്ട് ബ്രിക്കിന്റെ. അതിൽ ഇമ്പോർട്ടൻറ്റ് കുറച്ച് ഡിഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, the deformation of the shape of brick caused by the rainwater falling on the hot bricks are called choughs. Next one, when a brick is cut into 2 halves longitudinally, one part is called. ഒരു ബ്രിക്കിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനലി രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു പാർട്ടിനെ പറയുന്ന പേരെന്താണെന്നാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു ബ്രിക്ക് അതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്തു. സോ അതിന്റെ ഒരു പാർട്ടിനെ പറയുന്ന പേരെന്താണ്? ക്യൂൻ ക്ലോസർ. അതേപോലെ ക്യൂൻ ക്ലോസർ ക്വാർട്ടറും ഉണ്ട്. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് 1/4 പോർഷൻ, ദെൻ കിങ് ക്ലോസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the crushing strength of a first class brick is. ഒരു ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ബ്രിക്സിനെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പലതായിട്ട്. അതിൽ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10.5 ആണ്. 10.5 Newton/mm². ഇത് ആൻസർ ഓർത്ത് വെക്കുക. മൂന്നും ചോദിച്ചിട്ടുണ്ട് എക്സാംസിന്. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് 7 Newton/mm². ഒരു തേർഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് 3.5 Newton/mm² ആയിരിക്കും. സോ എന്താണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്? ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഫിഗറിൽ നോക്കുക, ഒരു ഷാർപ്പ്, സ്ക്വയർ, സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജസ് ഒക്കെ ഉള്ള ബ്രിക്കിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത്. സുപ്പീരിയർ വർക്ക്സിന് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആയിരിക്കും എപ്പോഴും. സെക്കൻഡ് ക്ലാസ് ആകുമ്പോഴത്തേന് അതിനൊരു സർഫസ് അത്ര സ്മൂത്ത് ആയിരിക്കും, റഫ് സർഫസ് ആയിരിക്കും ഉള്ളത് സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന്. തേർഡ് ക്ലാസ് ബ്രിക്ക് ആകുമ്പോഴത്തേന് കുറച്ചുകൂടി റഫ് ആയിട്ടുള്ള എഡ്ജസ് ഒക്കെ ഉള്ള ബ്രിക്ക് ആയിരിക്കും തേർഡ് ക്ലാസ്. ഇത് ടെമ്പററി അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ കേസിലാണ് നമ്മൾ തേർഡ് ക്ലാസ് ബ്രിക്ക് യൂസ് ചെയ്യുന്നത്. ഫോർത്ത് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് ഒരു ഓവർബേൺ ബ്രിക്ക് ആയിരിക്കും. അതിന് പ്രോപ്പർ ആയിട്ടുള്ള റെഡ് കളർ കാണില്ല, ഒരു ഡാർക്ക് കളർ ആയിരിക്കും. ഇത് നമുക്ക് റോഡ് മാനുഫാക്ചറിങ്, റോഡ് കൺസ്ട്രക്ഷൻ, ഫൗണ്ടേഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സെക്ഷൻ